ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അർജുനെയും രാഘവൻ നായരെയുമാണ് കാണിക്കുന്നത്. ശാരദാമ്മയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാ. കണ്ടില്ലേ, പ്രശ്നങ്ങൾക്ക് പിറകെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നെന്ന് പറഞ്ഞ് ശാരികയുടെ കാര്യങ്ങളൊക്കെ രാഘവൻ അർജുനോട് പറയുകയാണ്. അല്ല മോനെ, നമ്മുടെ വിഷ്ണുവിൻ്റെ ശാലിനിയുടെ റെസ്റ്റോറൻറ്റിൻ്റെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലാതെ തന്നെ നടക്കുന്നുണ്ടച്ചാ എന്ന് അർജുൻ പറയുന്നു. അതേസമയം ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് സത്യഭാമ വരികയാണ്. തുടർന്ന് ഭാമ അവരോട് രണ്ടിനോടും കൂടി പറയുകയാണ്, അത് പിന്നെ പഞ്ചകൈലാസത്തിലെ നമ്മുടെ രോഹിത്തിനെ കാണാതായ കേസുണ്ടല്ലോ, അത് അന്വേഷിക്കാൻ പുതിയ ഉദ്യോഗസ്ഥൻ വരുന്നെന്ന് സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ടത്രേ. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ എന്താണെങ്കിലും ഇനി ആ കേസുമായിട്ട് മുന്നോട്ടൊന്നും പോകുന്നില്ല. സഹകരണത്തിന് സഹകരണമൊക്കെ കാണും, പക്ഷേ ഞാനായിട്ട് മുൻകൈ എടുത്ത് കേസിന് വേണ്ടി ഒരു കാര്യവും ചെയ്യില്ലെന്ന് ഭാമ പറയുന്നു. ഇത് കേൾക്കുന്ന അർജുൻ പറയുകയാണ്, അപ്പോൾ പുതിയ ആളാകുമ്പോൾ ഇനി കേസിന്റെ അന്വേഷണമെല്ലാം ഒന്നു മുതൽ തുടങ്ങണം, സുസ്മിതനെ ചോദ്യം ചെയ്യാനും മറ്റുമൊക്കെയോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ എല്ലാം ആദ്യം തൊട്ട് വേണമെന്നും നാളെ പുതിയ ഉദ്യോഗസ്ഥൻ സുസ്മിതയെ ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നും ഭാമ പറയുന്നു. ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ മുകളിൽ നിൽക്കുകയാണ് സുസ്മിത. എന്താണെങ്കിലും പുതിയ ഉദ്യോഗസ്ഥൻ വരുമ്പോഴെങ്കിലും സത്യങ്ങളെല്ലാം തെളിയുമായിരിക്കും അല്ലേ മോനെ എന്ന് രാഘവൻ നായർ അർജുനോട് ചോദിക്കുമ്പോൾ അതെ അച്ഛാ, എല്ലാ സത്യങ്ങളും കലങ്ങി തെളിയാനുള്ള സാധ്യതയുണ്ടെന്ന് അർജുനും പറയുന്നു. ഇതൊക്കെ കേട്ട് ഒരു പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത. പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. ഇവിടുത്തെ ഇൻവെർട്ടറിന് എന്ത് പറ്റിയെന്ന് ഭാമ ചോദിക്കുമ്പോൾ അത് കംപ്ലൈന്റ് ആയെന്ന് പൊന്നി നിന്നോട് പറഞ്ഞതല്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. പെട്ടെന്ന് ഭാമ വിഷ്ണുവിനെ വിളിക്കുന്നു. അപ്പോഴാണ് വിഷ്ണു അവിടെ ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. ഇത് കേൾക്കുന്ന അർജുനും രാഘവൻ നായരും ഒരു പുഞ്ചിരിയോടെ ഭാമയെ നോക്കുന്നു. എന്തിനാ ഭാമയെ നീ ഇപ്പോഴും വഴക്കും വിദ്വേഷവുമായിട്ടൊക്കെ നടക്കുന്നത് എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ ഇനിയും നിങ്ങളാരും പഴയ കാര്യങ്ങളൊന്നും തുടങ്ങണ്ട എന്ന് ഭാമ പറയുന്നു. എന്താണെങ്കിലും ഞാൻ പോയി ഒരു മെഴുകുതിരി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അർജുൻ മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം സുസ്മിത തന്റെ മുറിയിലേക്ക് പോയി ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കുകയാണ്. നാളെ പുതിയ ഉദ്യോഗസ്ഥൻ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, എല്ലാം ഞാൻ തന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സുസ്മിത മെഴുകുതിരിയുമായിട്ട് പ്രീതിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഇതൊക്കെ രാഘവൻ നായർ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് മുറിയിലേക്ക് ചെന്നിട്ട് സുസ്മിത പറയുകയാണ്, നീ അറിഞ്ഞോ, നാളെ ഒരു പുതിയ ഉദ്യോഗസ്ഥൻ വരുന്നുണ്ടത്രേ എന്നെ ചോദ്യം ചെയ്യാനായിട്ട്. എന്താണെങ്കിലും നിന്നെ ഞാൻ കൊല്ലണ്ടെന്നൊക്കെ വിചാരിച്ചതാ, പക്ഷേ ഇപ്പൊ നിന്റെ പേര് വരുന്ന കുറച്ച് അനോണിമസ് കോൾ ഉണ്ടല്ലോ, അതാണ് നിന്റെ കാലപുരിയിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തത്. എന്താണെങ്കിലും ഒരു കൊലപാതകം ചെയ്തു, അപ്പോ അടുത്ത കൊലപാതകം കൂടി ചെയ്തേക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ രോഹിത്തിനെ കൊന്നതിന്റെ ഏക സാക്ഷി നീയല്ലേ, നിന്നെയും കൂടി കൊന്നാലേ പിന്നെ എനിക്കൊരു ടെൻഷനും കാണില്ല. അതുകൊണ്ടേ ഞാൻ നിന്നെ അങ്ങ് കൊല്ലാൻ പോവുകയാണെന്ന് സുസ്മിത പറയുന്നു. അത്രയും പറഞ്ഞ് പ്രീതിയുടെ ബെഡ്ഷീറ്റിൽ തീ കൊളുത്താൻ ഒരുങ്ങുകയാണ് സുസ്മിത. അല്ലെങ്കിൽ വേണ്ട, നിന്നെ ഇങ്ങനെ കൊന്നാൽ ശരിയാകില്ല. അത്രയും പറഞ്ഞിട്ട് സുസ്മിത ആ മെഴുകുതിരി കൊണ്ടുപോയി കർട്ടന്റെ അടുത്ത് വെക്കുകയാണ്. എന്താണെങ്കിലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളും. പിന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥനെ പന്തലിലേക്കായിരിക്കും വരുന്നത്. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സുസ്മിത പ്രീതിയുടെ മുറിയുടെ കഥ കടച്ച് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സുസ്മിത തന്റെ ഫോണിലെ ടോർച്ച് അടിച്ചുകൊണ്ട് താഴേക്ക് ചെല്ലുമ്പോൾ ഭാമ ചോദിക്കുകയാണ്, അല്ല മോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അത് പിന്നെ ആന്റി, കറണ്ട് പോയപ്പോ എനിക്ക് പേടി ആന്റി എന്ന് സുസ്മിത പറയുമ്പോൾ ഭാമ പറയുകയാണ്, എങ്കിൽ മോൾ എൻ്റെ അടുത്ത് വന്നിരുന്നോ? അങ്ങനെ ഭാമയുടെ അടുത്ത് ചെന്ന് ഭാമയുടെ തോളിൽ തലവെച്ച് കിടക്കുകയാണ് സുസ്മിത. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർജുനും രാഘവൻ നായരും. സത്യമായിട്ടും എനിക്ക് ഇരുട്ടിനെ പേടി ആന്റി എന്ന് സുസ്മിത പറയുമ്പോൾ കുഴപ്പമില്ല മോളെ, ആന്റി ഇവിടെ ഉണ്ടല്ലോ എന്ന് സത്യഭാമ പറയുന്നു. അതേസമയം പ്രീതിയുടെ മുറിയിലാകെ തീ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കച്ചവടമൊക്കെ കഴിഞ്ഞ് വിഷ്ണുവും ശാലിനിയും തിരികെ വീട്ടിലേക്ക് പോകുന്നതാണ്. സത്യഭാമയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് അവർക്ക് പോകേണ്ടത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടന് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കാനാടോ എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവേട്ടന് വീട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ശാലിനി ചോദിക്കുന്നു. അതേ എന്ന് വിഷ്ണു പറയുമ്പോൾ എല്ലാം ഞാൻ കാരണമല്ലേ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അല്ല, അപ്പോൾ താനും തന്റെ വീട് മിസ് ചെയ്യുന്നില്ലേ? ശാരദാമ്മയുടെ വീടും ആ നടുമുറ്റവും കുടുംബശ്രീ ഹോട്ടലുമൊക്കെ ഞാനും മിസ് ചെയ്യുന്നുണ്ടെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അത് ഞാൻ കാരണമാണെന്ന് ഞാൻ പറയട്ടെ? അങ്ങനെ ഒന്നുമല്ല വിഷ്ണുവേട്ട എന്ന് ശാലിനി പറയുകയാണ്. അതേസമയം പ്രീതിയുടെ മുറിയിലെ എല്ലാ കർട്ടനുകൾക്കും തീ പിടിച്ച് കഴിയുകയും ബെഡ്ഷീറ്റിലേക്ക് തീ പടർന്നു കയറുകയും ചെയ്യുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.